മുതൽ ട്രെയിനിനുള്ളിൽ തരികിട വേലത്തരങ്ങൾ കാണിച്ചാൽ ഉടൻ പൊക്കും. യാത്രക്കാരുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാസഞ്ചർ കോച്ചുകളിൽ ഉൾപ്പെടെ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിനിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുകയും അതുപോലെ തന്നെ ജനൽ ചില്ലുകൾ പൊട്ടുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവർ ട്രെയിനിനുള്ളിൽ കടന്നുകൂടി പൊതുജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിനിനുള്ളിലും അതുപോലെ തന്നെ ലോക്കോമോട്ടീവ് ഇരിക്കുന്ന സ്ഥലത്തും CCTV സ്ഥാപിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 74,000 പാസഞ്ചർ കോച്ചുകളിലും അതുപോലെ 15,000 ലോക്കോമോട്ടീവുകളുടെ എഞ്ചിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. ഓരോ കോച്ചിലും 4 ക്യാമറകൾ വീതമായിരിക്കും സ്ഥാപിക്കുന്നത്. അതേസമയം ഓരോ ലോക്കോമോട്ടീവിലും 6 ക്യാമറകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. അതുപോലെ കോച്ചുകളിലെ പ്രവേശന പോയിന്റുകളിലും പൊതുസ്ഥലങ്ങളിലും 2 ക്യാമറകൾ വീതം സ്ഥാപിക്കും. കുറഞ്ഞ വെളിച്ചത്തിൽ പോലും ഉയർന്ന നിലവാരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടാനാകുന്ന ഉയർന്ന വേഗതയിൽ പോലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകുവാനും കഴിയുക എന്നതാണ് ഈ ഹൈടെക് ക്യാമറകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നിരീക്ഷണ സംവിധാനത്തിനും സുരക്ഷയ്ക്കും വളരെയധികം മെച്ചപ്പെടുന്നുവെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പാനിപ്പട്ടിൽ ഒരു സ്ത്രീയെ ഒരു ട്രെയിനിനുള്ളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലെയും അതുപോലെ തന്നെ ട്രെയിനുകളുടെ ഉള്ളിലും അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റെയിൽവേ ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. കോച്ചിൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം തീർച്ചയായും സുരക്ഷ മെച്ചപ്പെടുത്തുമെന്നും അതേസമയം 1.5 വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ഈ വർഷം ഏപ്രിൽ ആദ്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ പതിവായി തന്നെ നിരീക്ഷിക്കുന്ന എല്ലാ ഡിവിഷനുകളിലും അതുപോലെ തന്നെ സോണുകളിലും റെയിൽവേ ബോർഡുകളിലും വാർ റൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ ട്രെയിനുകളിൽ 74,000 പാസഞ്ചർ ട്രെയിൻ കോച്ചുകളും അതുപോലെ തന്നെ 15,000 എഞ്ചിനുകളിലും ഇതോടെ ക്യാമറകൾ വരും. 100 കിലോമീറ്റർ വേഗതയും കുറഞ്ഞ പ്രകാശമുണ്ടെങ്കിൽ പോലും ഉയർന്ന റെസല്യൂഷനിൽ തന്നെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. 360 ഡിഗ്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ സാധിക്കും. കോച്ചുകളിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകളോട് ചേർന്ന് 2 വീതം ക്യാമറകൾ സ്ഥാപിക്കുകയും ലോക്കോമോട്ടീവുകളിൽ 6 വീതമാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ മുന്നിലും പിന്നിലും 1 വീതവും ക്യാബിനുള്ളിൽ മുന്നിലും പിന്നിലും 2 വീതവും ലോക്കോമോട്ടീവിന്റെ വശങ്ങളിൽ ഓരോന്ന് വീതവും എന്നിങ്ങനെയാവും ക്യാമറകൾ സ്ഥാപിക്കുക. എഞ്ചിനിലെ ക്യാമറകൾ ശബ്ദവും അത് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. അതുപോലെ ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പോലും ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ യാത്രക്കാരുടെ അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കാത്ത തരത്തിലാകും ക്യാമറകൾ സ്ഥാപിക്കുക. യാത്രക്കാരുടെ കോച്ചിനകത്തുകൂടിയുള്ള സഞ്ചാരങ്ങൾ മാത്രമാകും ഇവ റെക്കോർഡ് ചെയ്യുന്നതും. മാത്രമല്ല, അസ്വാഭാവിക നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇവ സഹായകരമാകുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.